وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون. കഴിഞ്ഞ ക്ലാസ്സിൽ മുനാഫിക്കീങ്ങളുടെ ഹൃദയത്തിൽ രോഗമുണ്ടാകും, അത് വിശ്വാസികളിലേക്ക് പകരരുത്, അത് പകരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതായിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്സിൽ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കിയത്. കാരണം ഹൃദയമെന്ന് പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളക്കുമാർ മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഹൃദയത്തെ മലീമസമാക്കുന്ന എത്ര നിസാരമായ കാര്യങ്ങളാണെങ്കിലും അവയിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കണമെന്നും, ഹൃദയത്തെ ജീവിപ്പിക്കുവാൻ, ഹൃദയത്തെ രോഗമുക്തമാക്കാൻ ഉപകരിക്കുന്ന ദിക്റും ഖുർആൻ പാരായണവും നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാകണമെന്നും കഴിഞ്ഞൊരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ആ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്, ഹൃദയത്തിലെ രോഗങ്ങൾ അകറ്റുന്നതിന് ഏറെ ഉപകരിക്കുന്നതാണ് അറിവ് പഠിക്കുന്ന സദസ്സുകൾ. ഇതാ മറർത്തും ബിരിയാദിൽ ജന്ന, റിയാദുൽ ജന്നയുടെ അരികിലൂടെ നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പ്രവേശിക്കണം. വമാ റിയാദുൽ ജന്ന, എന്താണ് റിയാദുൽ ജന്ന എന്നുള്ളത്? അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന സംഘങ്ങളാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹലക്കകളാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് വെറുതെയല്ല. നമ്മുടെ ഈമാനിനെ പുതുക്കുവാനും നമ്മുടെ ഹൃദയത്തെ ജീവനുള്ളതാക്കുവാനും ഏറെ ഉപകരിക്കുമെന്നുള്ളതിൽ സംശയമേ ഇല്ല. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ് നമ്മുടെ ജീവിതത്തിൽ ദിനേന ഉണ്ടാകണമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയത്. യാ അയ്യു അന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ച്. അപ്പോ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കിയത് ഖുർആൻ പാരായണം അത് നമ്മുടെ ഹൃദയത്തിലെ രോഗങ്ങളെ അകറ്റുമെന്നുള്ളതാണ്. യാ അയ്യു അന്നാസ് ഖദ് ജാഅത്തുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫിസ് സുദൂർ. ഹൃദയത്തിലെ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം മുനാഫിക്കീങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മെ അകറ്റും. ഹൃദയത്തെ എന്നും ജീവനുള്ളതാക്കി തീർക്കാനും ഹൃദയത്തെ രോഗത്തിൽ നിന്ന് മുക്തമാക്കാനും ഖുർആൻ പാരായണത്തിന് സാധിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കുക. അങ്ങനെ ജീവിതം ഈമാനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചേർത്തിപ്പോവുക എന്നുള്ളത് നമ്മുടെ ഹൃദയം രോഗമില്ലാത്ത ഹൃദയമായി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കണ്ണുകളെ താഴ്ത്തുന്നത് ഹൃദയ ശുദ്ധീകരണത്തിനുള്ള മറ്റൊരു കാര്യമായിട്ട് അള്ളാഹുവിന്റെ ദീന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രാർത്ഥനയാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യവും ദയയും നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും തന്നെ പരിശുദ്ധി പ്രാപിക്കില്ലായിരുന്നു. റഹ്മാനായ റബ്ബിന്റെ കരുണയും റബ്ബിന്റെ ദയയും നമ്മിൽ വർഷിക്കണം. അതിന് ഏറെ അടിമകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കരയുന്ന കുട്ടി, വാശി പിടിക്കുന്ന ഒരു കുട്ടി,
അവന്റെ ആ വാശി നിറവേറ്റുവാൻ, അവന്റെ ആ കാര്യം നിറവേറ്റുവാൻ, അങ്ങനെ അവൻ എങ്ങനെ വാശി പിടിക്കുന്നുവോ അതുപോലെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഓരോ കാര്യവും ചോദിക്കണം എന്നുള്ളതാണ്. KKPP ചോദ്യമല്ല, കിട്ടിയാ കിട്ടി പോയാ പോയി എന്നുള്ള രൂപത്തിലല്ല പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. സദാ നമ്മൾ റഹ്മാനായ റബ്ബിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ ഹൃദയത്തെ രോഗങ്ങളിൽ നിന്ന് അകറ്റാനും നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ എന്നുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ജന്നിബിനി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ, അല്ലാഹുവേ മോശപ്പെട്ട സ്വഭാവങ്ങൾ, മോശപ്പെട്ട ഇച്ഛകൾ, മോശപ്പെട്ട ചിന്തകൾ ഇതൊക്കെ എന്നെ രക്ഷിക്കണേ നാഥ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ കുറെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും മരണത്തെ ആലോചിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഹൃദയ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയായിട്ട് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് മുനാഫിക്കീങ്ങൾ രോഗമുള്ളവരാണ്. ആ രോഗമുള്ളവരുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നാം ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞൊരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലുള്ള സംഭവ വികാസങ്ങളെ എടുത്തു പറയുകയാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. വഇദാ ഖീല ലഹും, എന്താ വഇദാ ഖീല ലഹും എന്ന് പറഞ്ഞാല് അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരെന്തു പറയും? ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. ആരുടെ വിഷയത്തിലാണ്? മുനാഫിക്കീങ്ങളുടെ വിഷയത്തിൽ. അവര് തിന്മകൾ ചെയ്യുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ അവർ ചെയ്യും. അവരോട് ഇതൊന്നും ചെയ്യല്ലേ എന്ന് ആര് ഏത് സമയത്ത് പറഞ്ഞാലും, അല്ലെ? അതാണ് വൈദാ ഖീല ലഹും എന്ന് പറഞ്ഞു. അവരോട് പറയപ്പെട്ടാൽ, വൈദാ ഖാല എന്നല്ല പ്രയോഗിച്ചത്. ഇന്ന സ്വഹാബി പറഞ്ഞു അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞല്ല. ആര് അവരോട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ, നിങ്ങൾ തിന്മകൾ ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തിന്മയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ നന്മകൾ മാത്രമല്ലേ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വിഷയത്തെ ബോധ്യപ്പെട്ടതാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, അല്ലെ? അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ. വല്ലാത്ത പ്രയോഗം. അലാ ഇന്നഹും ഹും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഹസർ ചെയ്യുക എന്നൊക്കെ പറയും. അവരിൽ മാത്രം എന്ത് ചെയ്യാം? ക്ലിപ്പിതപ്പെടുത്തുക, അവരിൽ മാത്രം ഒതുക്കി തീർത്തുകൊണ്ടാണ് റഹ്മാനായ റബ്ബിന്റെ വാചകം, അല്ലെ? അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ. പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നില്ല? വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്കത് മനസ്സിലാകുന്നില്ല, അവർക്കത് അറിയുന്നില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി നോക്കിയേ പ്രിയപ്പെട്ടവരെ, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. എത്ര മനോഹരമായിട്ടാണ് റഹ്മാനായ റബ്ബ് ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അവരോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ? മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു വിശ്വസിക്കുവിൻ, കമാ ആമനന്നാസ്, മറ്റുള്ള ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, അന്നാസ് ആരാ അവിടെ?
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ് അല്ലെ. പണ്ഡിതന്മാര് ആ വിഷയത്തെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാം, പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ കഴിയും. എത്ര മനോഹരമായിട്ടാണ് ആ വിഷയത്തെ അസ്സഹാബ അല്ലദീന കാനൂ ഫിൽ മദീനതി വ ഇമാമുഹും അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അന്നാസി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ആരാ? അത് സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അവരിലെ നേതാവ് ആരാണ്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവരുടെ മറുപടി എന്താണ്? എത്ര നിന്ദ്യമായ രൂപത്തിലുള്ള മറുപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായിരുന്നു? ഖാലു, അവര് പറയും അനുഉമിനു കമാ ആമനസ്സുഫഹ, ആ മൂഢന്മാർ, ആ മണ്ടന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ. ആരിനെ പറ്റിയിട്ടാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയൊക്കെ പറ്റിയിട്ടാ പറഞ്ഞത്. എന്റെ ഉമ്മത്തിന്റെ നിർഭയത്വമാണ് സഹാബത്ത് എന്ന് പറഞ്ഞ സഹാബത്തിനെ കുറിച്ച് അല്ലെ. ഉസൂലു സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ അസ്ഹാബു റസൂലില്ലാഹ്. സുന്നത്തിന്റെ ആധാരം എന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ മുറുകെ പിടിക്കലാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയത്. ഇന്ന അഫ്ളൽ ഖലായിഖ് ബഅദൽ അംബിയാഇ അസ്ഹാബ. അംബിയാക്കൾക്ക് ശേഷം, പ്രവാചകന്മാർക്ക് ശേഷം ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള സൃഷ്ടികൾ ആരാ? അത് സഹാബത്താണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു. അത്രയും മഹത്വവും അത്രയും പവിത്രതയും ഉള്ളവരാണ് അവർ. മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെയെങ്കിലും റോൾ മോഡലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, മരണപ്പെട്ടു പോയവരെ, മുൻകഴിഞ്ഞ മുൻഗാമികളെ നിങ്ങൾ മാതൃകയാക്കൂ. അവരാരാ? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരാണ്. എന്നിട്ട് അവരുടെ ജീവിതത്തിലെ സൽഗുണങ്ങളെ, ഉത്കൃഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങളെ ആ ഹദീസ്, ആ അസർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അവര് അവര് അഗാധമായ വിജ്ഞാനത്തിന്റെ ഉറവിടങ്ങളാണവർ. നാട്യങ്ങളും കോപ്രായത്തരങ്ങളും ഇല്ലാത്തവരാണവർ. ഈമാനിന്റെ നിറകുടങ്ങളാണവർ അല്ലെ. അവർക്കിടയിൽ ചേരിയും പോരും ഇല്ലാത്തവരാണ്. അങ്ങനെ നല്ലൊരു വിശദീകരണം ആ അസർ, ആ ഒരു സഹാബിയുടെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ അത്രയും മഹത്വമുള്ളവരാണ് സഹാബത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ആ സഹാബത്തിനെയും പ്രവാചകരെയുമാണ് ഈ മുനാഫിക്കുകൾ എന്ത് ചെയ്തത്? പരിഹസിച്ചത്. അവരൊരു ചോദ്യ രൂപത്തിൽ ചോദിച്ചതല്ല. ഖാലൂ അനുഉമിനു കമാ ആമനസ്സുഫഹാ. ഞങ്ങൾ വിശ്വസിക്കുകയോ കമാ ആമനസ്സുഫഹാ, ആ വിഡ്ഢികളും മൂഢന്മാരും വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നുള്ളത് കൊണ്ടുള്ള ചോദ്യം എന്താ? അവര് ആ വിഷയത്തെ തന്നെ നിരാകരിക്കുകയാണ്. ആ വിഷയത്തെ ആ സ്വഹാബത്തിനെ നിസാരക്കാരാക്കാൻ, ആ സ്വഹാബത്തിനെ നിഷേധിക്കാൻ ആണ് അവരെന്ത് ചെയ്തത്? ഈ ഒരു പദപ്രയോഗം പ്രയോഗിച്ചത് അല്ലെ. അല്ല അപ്പൊ അവര് വിശ്വസിക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് അവരവിടെ ബോധ്യപ്പെടുത്താണ്. ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ലാ നുഅ്മിനു കമാ ആമനസ്സുഫഹാ. എന്താ ഖാലൂ അന്നുഅ്മിനു എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ലാ നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുകയില്ല. കമാ ആമനസ്സുഫഹാ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. ആര്? സഹാബത്ത് വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് അവര് പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? പ്രിയപ്പെട്ടവരെ നോക്കിയ നിങ്ങള്, അവിടെ ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു സംസാരത്തെയാണ് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവർക്കുള്ള മറുപടി കൊടുക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ.
എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് അറിയുന്നില്ല. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. എന്നാൽ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ മൂഢന്മാർ. ആരാ മൂഢന്മാര്? ആ മുനാഫിക്കീങ്ങൾ, ആ കപട വിശ്വാസികൾ തന്നെയാണ് മൂഢന്മാരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോ നമ്മള് ഈ ആയത്ത് ഒന്നും കൂടി മനസ്സിലാക്കാം. വഇദാ ഖീല ലഹും, എന്താണ് അർത്ഥം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അവരോട് ആരെങ്കിലും പറഞ്ഞാൽ എന്ത്? ആമനു ആമിനു. വഇദാ ഖീല ലഹും ആമിനു, എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞാൽ എങ്ങനെ? കമാ ആമനന്നാസ്, ആ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, ഖാലൂ, അവര് പറയും, അന്നുഅ്മിനു കമാ ആമനസ്സുഫഹാ, അന്നുഅ്മിനു കമാ ആമനസ്സുഫഹാ, എന്താണ്? ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ? ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്ന് അവര് പറയും, അല്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷെ അവരത് അറിയുന്നില്ല. അവരറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവപൂർവമാണ് റഹ്മാനായ റബ്ബ് ഈ വിഷയത്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എത്ര ശ്രദ്ധാപൂർവമാണ് നാം ഈ വിഷയത്തെയൊക്കെ പഠിക്കേണ്ടത്, അല്ലെ? പലപ്പോഴും സഹാബത്തിനെ ചീത്ത പറയുന്നവർ, സഹാബത്തിനെ കളിയാക്കുന്നവർ, ഓലൊക്കെ വിശ്വസിച്ച പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നവർ, അല്ലെ? എന്താ ഇങ്ങനൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും പല രൂപത്തിലൊക്കെ നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗൗരവപൂർവ്വം തന്നെ ഈ വിഷയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കുറെ ഗുണപാഠങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിക്കലുണ്ട്. ഒന്ന്, മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവനെ നന്മയിലേക്ക് ക്ഷണിക്കൽ അവന് ഉപകരിക്കില്ല എന്നുള്ളതാണ്. അവനെ നന്മയിലേക്ക് ക്ഷണിച്ചാൽ അവന് ഉപകരിക്കില്ല. കാരണം എന്തേ? അവന്റെ പക്കൽ നിന്ന് ഉണ്ടാകുന്ന മറുപടി എന്താ? പരിഹാസവാചകങ്ങളാവും, അല്ലെ? കളിയാക്കുന്ന വാക്കുകളാവും. അതാണ് അവര് പറഞ്ഞതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുഅ്മിനു കമാ ആമനസ്സുഫാ. ആ മൂഢന്മാര് വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നുള്ളത് അവര് പറഞ്ഞല്ലോ. അത് എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് ആ ദഅവത്തും ആ നന്മയിലേക്കുള്ള ക്ഷണനമൊന്നും അവർക്കത് ഏൽക്കുകയില്ല, അതവർക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തെ എടുത്ത് പറഞ്ഞു തരികയുമാണ്. രണ്ടാമത്തത്, ഒന്ന്, മുനാഫിക്കീങ്ങൾക്ക് സ്വന്തം കാര്യത്തെ പറ്റി വലിയൊരു മതിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ വിവരമുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്, അല്ലെ? മറ്റുള്ളവരൊക്കെ മൂഢന്മാരാണ് എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. അത് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്കൊരു അഹങ്കാരമുള്ളവരായിരുന്നു അവർ. അതുകൊണ്ടാണ് ആ വിഡ്ഢികൾ വിശ്വസിച്ച പോലെ, ആ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് അവര് ചോദിച്ചത്. അപ്പൊ ആ ഒരു വിഷയത്തെ നമ്മൾ അറിയണം. അതുപോലെ തന്നെ ശിദ്ദത്തു തുഗ്യാനിൽ മുനാഫിഖീൻ ലിഅന്നഹും അൻകറു അലല്ലദീന അറദു അലൈഹിൽ ഈമാൻ, അല്ലേ? അവരുടെ വല്ലാത്ത അതിക്രമം, തുഗ്യാന്, അത് ഭയങ്കര കട്ടിയുള്ളതായിരുന്നു, ഭയങ്കര കനമുള്ളതായിരുന്നു. കാരണം അവര് ഈമാന് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആ വിശ്വാസികളെയാണ് അവർ എന്ത് ചെയ്തത്? മൂഢന്മാരെന്നും മണ്ടന്മാരെന്നും വിളിച്ചത് എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുഴുവൻ ശത്രുക്കളും അവരെന്ത് ചെയ്യും? അവരെ പരിഹസിച്ചു, അവരെ കളിയാക്കി, അവരെ നിന്യരാക്കി. അത് ഏത് കാലഘട്ടത്തിലും തുടരുമെന്നുള്ളതാണ്. ഏത് കാലഘട്ടത്തിലും തുടരും. ഇപ്പൊ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനാണെന്നും സാഹിറാണെന്നും ജ്യോത്സ്യനാണെന്നൊക്കെ പറഞ്ഞു, അല്ലെ?
അത് ഇന്ന് കാലഘട്ടത്തിലും ഇസ്ലാമിനെ കളിയാക്കുന്നവർ പരിഹസിക്കുന്നവർ എടുക്കുന്ന ചില അമ്പുകളാണ് അല്ലെ. അതുപോലെ ദീന് കണ്ടില്ലേ, അവരുടെ അള്ള കണ്ടില്ലേ, നഊദുബില്ല, അവരുടെ റസൂൽ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇസ്ലാം ദീനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഒക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇന്നും അങ്ങനെയുള്ളവർ ആ അമ്പുകൾ പ്രയോഗിക്കുന്നു എന്നുള്ളത് അത് അവരുടെ ആ കാപട്യം അത്രയും മനസ്സിൽ നിറയുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ഈ ആയത്തുകളൊക്കെ. ഇനിയോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന കുല്ല മൻ ലം യുഅ്മിൻ ഫഹുവ സഫീ, വിശ്വസിക്കാത്തവൻ മുഴുവൻ വിഡ്ഢികളാണ്. ഇപ്പൊ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാത്തവരൊക്കെ വിഡ്ഢികളാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ് അതിന് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി തെളിവെടുക്കുന്നത്. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സാ, വല്ലാത്തൊരു വാചകാണ് അല്ലെ. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടല്ലോ, ഇല്ലാ മൻ സഫിഹ നഫ്സാ, അവർ സ്വയം വിഡ്ഢികളാണ്. വിഡ്ഢിത്തമുള്ളവനല്ലാതെ ആ മില്ലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചതാണ്. ആ ജീവിതമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ ദീന് അല്ലെ. എന്ത് കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞാലും പ്രാവർത്തികമാക്കാൻ കാണിച്ച കണിശതയും ത്വരയും താല്പര്യവും നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പഠിച്ചതാണ് അല്ലെ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമെ നീ എന്ത് ചെയ്യണം, കീഴൊതുങ്ങണം. ആ അസ്ലിം എന്നുള്ളതൊക്കെ നമ്മളൊക്കെ മുസ്ലിം എന്ന് നമ്മൾ പറയണ്ടല്ലോ. കീഴൊതുങ്ങണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? റബ്ബേ ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അത് വെറും വാചികമായിട്ട് പറഞ്ഞൊന്നല്ല. ചെറിയ പ്രായത്തില് ഒട്ടനവധി വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടിയ പിഞ്ചോമനയെ അല്ലെ മരുഭൂമിയിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് കൊണ്ടാക്കണോ, ഞാൻ ഒരുക്കാം അല്ലേ, റബ്ബേ കൊണ്ടാക്കണോ, ഞാൻ ഒരുക്കാണ്. അരണ്ട ഭൂമിയിൽ, പതപതക്കുന്ന ഭൂമിയിൽ, ഇന്നല്ലേ അവിടെ സൗകര്യങ്ങളും എയർ കണ്ടീഷനുകളും അല്ലെ ജനനിബിഡവും ഒക്കെ, ആരാരുമില്ലാത്ത പച്ച മരുഭൂമിയിൽ കൊണ്ടാക്കുക. അത് ആ അസ്ലം തു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ ഡെപ്താണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. ഇനിയോ കൈപിടിച്ച് നടക്കുന്ന പ്രായത്തിയപ്പോ അറുക്കണം, കൈപിടിച്ച് നടക്കുന്ന പ്രായത്തിയപ്പോ അറുക്കണം. റബ്ബേ അറുക്കണോ, ഞാൻ ഒരുക്കാണ്. റബ്ബേ അറുക്കണോ, ഞാൻ ഒരുക്കാണ്. നമ്രൂദ് ഒരുക്കി വെച്ച തീക്കളം തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അവിടേക്ക് എറിയപ്പെടുമ്പോ എന്റെ റബ്ബുണ്ട് എനിക്ക് സംരക്ഷകനായിട്ട്, എന്റെ റബ്ബ് എനിക്ക് എല്ലാത്തിനും ഉണ്ട് എന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് ഒരു രോഗം വന്നതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ പറയുന്ന വാചകത്തെക്കാൾ എത്രയോ അപ്പുറം തീകുണ്ടാരങ്ങൾ മുന്നിൽ കണ്ടിട്ട് ലോകം കണ്ട ധിക്കാരികളായിട്ടുള്ള രാജാക്കന്മാരെ വലിച്ചെറിയുമെന്ന് പറഞ്ഞാൽ വലിച്ചെറിയുമെന്ന ഉറപ്പ് അവർക്കുണ്ട്. അവിടെ ഹസ്ബി അല്ലാഹ്, അതാണ് ആ അസ്ലം തു എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാണ്, അവിടെ ബോധ്യപ്പെടുകയാണ് അല്ലെ. അതാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത്. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സാ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മില്ലത്തിൽ നിന്ന് വിട്ടു നിന്ന് അല്ലെ ജീവിതം ആ രൂപത്തിൽ സുഹൃതം ചെയ്യാത്തവനാണെങ്കിൽ അവൻ വിഡ്ഢിയാണ്. അപ്പോ അന്ന കുല്ല മൻ ലം യുഅ്മിൻ ഫഹുവ സഫീ, വിശ്വാസികളല്ലാത്തവർ, വിശ്വസിക്കാത്തവരൊക്കെ ആരാ, അവർ വിഡ്ഢികളാണ് എന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലെ. മറ്റൊന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സഹായാണ്. സഹാബത്തിനെ നിന്യരാക്കി എന്ത് സുഫഹാ എന്ന് വിളിച്ചിട്ട്, സഫീഹ് ജംആണ് സുഫഹാ, സഫീഹ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് സുഫഹാ, മൂടന്മാർ, വിഡ്ഢികൾ. അപ്പൊ വിഡ്ഢികൾ എന്ന് സഹാബത്തിനെ അവർ കളിയാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവർക്കുള്ള മറുപടിയാണ് കൊടുക്കുക. അവരൊന്നല്ല കേട്ടോ വിഡ്ഢികൾ ആരാ? നിങ്ങൾ തന്നെയാണ്. അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, നിങ്ങൾ തന്നെയാണ് വിഡ്ഢികൾ, നിങ്ങൾ തന്നെയാണ് മൂടന്മാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അവർക്ക് മറുപടി. ഇത് അള്ളാന്റെ സഹായമാണ് പ്രിയപ്പെട്ടവരെ.
മുഅ്മിനീങ്ങളെ റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യും? പ്രതിരോധിക്കുമെന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് റഹ്മാനായ റബ്ബിന്റെ താങ്ങുണ്ടാകും, തണലുണ്ടാകും. ആ ഒരു സഹാബത്തിനെ മോശപ്പെടുത്തിയപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? അവർക്ക് മറുപടി കൊടുത്തു അല്ലെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറില് മറ്റു പല യുദ്ധങ്ങളിലും അല്ലെ വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യും? ഒപ്പുണ്ടാകും എന്നുള്ളത് ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. അവരാണ് കളിയാക്കിയപ്പത്തിന് അള്ളാഹു എന്ത് ചെയ്യാണ്? അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ഇപ്പൊ അബൂ ലഹബ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കളിയാക്കിയില്ലേ? എന്താ കളിയാക്കിയത്? തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശം, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? പരിശുദ്ധ ഖുർആൻ ആയത്താണ് ഇറങ്ങിയില്ലേ പ്രിയപ്പെട്ടവരെ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. എത്ര ഉരുളക്കുപ്പേരി എന്ന രൂപത്തിലുള്ള മറുപടികളാണ് പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വ്യതിരിക്തത. പ്രിയപ്പെട്ടവരെ, ഇത് റബ്ബിൽ നിന്നാണ് നമുക്ക് ബോധ്യപ്പെടുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ, അവനൊന്നും അവന്റെ സമ്പാദ്യം ഒന്നും അവന് ഉപകരിക്കാതിരിക്കട്ടെ. ചരിത്രത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ, വളരെ നിന്യതയുള്ള അവസ്ഥയിലാണ് അബൂ ലഹബ് എന്ത് ചെയ്തത്? ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയതെന്ന് കാണാൻ കഴിയും അല്ലെ. അദ്ദേഹം ഭാര്യ, അബൂ ലഹബിന്റെ ഭാര്യ, മറക് ചുമട്ടുകാരിയായിട്ടുള്ള ഭാര്യ, അവരും ഒരുപാട് നിന്യമായ അവസാന സമയം വളരെ മോശമായ രൂപത്തിലാണ്. മകൻ ഒക്കെ ആ കുടുംബം മൊത്തം എന്ത് ചെയ്തു? ആ ശാപത്തിന് അർഹരായി എന്നുള്ളതാണ്. ഇത് വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന വലിയൊരു ഓഫറാണ്. നമ്മൾ അള്ളാഹിന്റെ ദീനില് വേണ്ട രൂപത്തിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം, ഫനഹനു ലൗ ആമന്ന, നമ്മളും വിശ്വസിച്ചിരുന്നുവെങ്കിൽ. എങ്ങനെ? യഥാർത്ഥ രൂപത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വഅദ് ഉണ്ടല്ലോ, അള്ളാഹിന്റെ ഈ വാഗ്ദാനം ഉണ്ടല്ലോ, അത് നമ്മിലും പ്രിയപ്പെട്ടവരെ വർഷിക്കുന്നു. നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ സഹായത്തിന് എന്നും 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 അർഹരായി തീരുമെന്നുള്ളത് ഈ ആയത്തിനെ തെളിവാക്കിയിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കുക. എന്നാലോ ലാകിന്നൽ ഈമാൻ ദഈഫ്, നമ്മുടെ ഈമാൻ എത്ര ദുർബലതയാണ് അല്ലെ. നമ്മുടെ ഈമാൻ ദുർബലതയാണ്. നമുക്ക് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ റബ്ബിനെ പഴിചാരുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് അല്ലെ. യഥാർത്ഥ വിശ്വാസമില്ല, എന്റെ റബ്ബിലെ തവക്കുലാക്കുന്ന അവസ്ഥ നമുക്കില്ല. അപ്പോ റബ്ബിന്റെ സഹായം വർഷിക്കില്ല. ഇനി അല്ല, ഒരു വിശ്വാസികളാണെങ്കിൽ അവന് റബ്ബിന്റെ സഹായം ഉണ്ടാകും. നമ്മൾ ചിലരൊക്കെ വിഷയത്തിൽ പറയലുണ്ട് അല്ലേ, അവനക്ക് അല്ലേ പടച്ചവന്റെ സഹായം കൊണ്ടാണ് നടന്നത്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യും? പെട്ടെന്നൊക്കെ എളുപ്പമായിട്ട് നടക്കും. എന്നാലും ഒരാളിങ്ങനെ തിന്മൊക്കെ ചെയ്യുന്നുണ്ട്, അയാൾക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അനുഗ്രഹങ്ങളല്ല, അത് അള്ളാഹു അയാളെ പിടികൂടുകയാണ്. എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ പിടിക്കും. ആ പിടുത്തൽ ഒന്നൊന്നര പിടുത്താവും, ഊരാൻ കഴിയാത്തൊരു പിടുത്താവും പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈമാൻ ദൃഢമാക്കാനും, ആ ഈമാൻ ദൃഢമാക്കിയാൽ റബ്ബിന്റെ സഹായം ലഭിക്കുമെന്നുള്ളതാണ് ഈ ആയത്ത് എന്ത് ചെയ്യുന്നത്? നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലെ. നമുക്ക് ഒരു വട്ടം കൂടി പറഞ്ഞാലോ. വഇദാ ഖീല ലഹും, അവരോട് ആരെങ്കിലും പറഞ്ഞാൽ എന്ത്? ആമിനു കമാ ആമനന്നാസ്, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമനന്നാസ്, ആ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുവിൻ. അപ്പോൾ അവര് പറയും, ഖാലൂ അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ? അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ
وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون وإذا لقوا الذين آمنوا എന്താണ് وإذا لقوا الذين آمنوا വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അല്ലേ? മുശ്രിക്കീങ്ങളെ പോലെയല്ല. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ ഖാലൂ ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയും. എന്നാലോ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. എന്നാലോ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുകളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു. അല്ലേ? എന്നിട്ടോ ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമായിരുന്നു, ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമായിരുന്നു. ബിസ്മില്ലാ. അപ്പോ വഇദാ ലഖുൽ ലദീന ആമനു ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. എന്താണ് പ്രിയപ്പെട്ടവരെ വഇദാ ലഖുൽ ലദീന ആമനു അവർ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ, ആര്? മുനാഫിക്കീങ്ങള് വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ അവരോടൊപ്പം ഇരുന്നാൽ എന്ത് ചെയ്യും? ഞങ്ങൾ വിശ്വസികളാണ് എന്ന് അവര് പറയും. നിങ്ങളുടെ ഈമാന് പോലെയാണ് ഞങ്ങളുടെ ഈമാൻ എന്നൊക്കെ അവര് പറയും. വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ എന്ത് ചെയ്യും? ഖാലൂ ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നതാണ്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവര് പറയും. എന്നാലോ വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും എന്ത്? ഖാലൂ ഇന്നാ മഅകും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു എന്നവർ പറയും. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കളിയാക്കുക മാത്രമാണ്. അത് മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണ്. വിശ്വാസികളുടെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ പോലെ വിശ്വാസികളാണ് കേട്ടോ എന്നൊക്കെ പറയും. എന്നാൽ ഷയാത്തീൻ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ശൈത്താൻ എന്നുള്ളത് ജിന്നുവർഗത്തിലെ വിഭാഗത്തിന് മാത്രം പറയുന്നതല്ല, മനുഷ്യന്മാരിലും ശൈത്താൻ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലെ? മനുഷ്യന്മാരിലും ശൈത്താൻ ഉണ്ടാകും. അത് വളരെ മനോഹരമായിട്ട് തന്നെ പണ്ഡിതന്മാര് ഇന്ന ശൈത്താന കുല്ലു മാരിദിൻ ഔ കുല്ലി ആത്തിൻ എല്ലാവിധ ധിക്കാരികളും അതാരാ? ശൈത്താന്മാർ തന്നെയാണ്. ധിക്കാരികളൊക്കെ ശൈത്താന്മാർ തന്നെയാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഖദ വസഫ നബി സ്വല്ലല്ലാഹു അലൈഹി കൽബൽ അസ്വദ് കറുത്ത നായ എന്ത് ചെയ്തു? അത് പിശാചാണ്, ശൈത്താനാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? അത് ജിന്നു വർഗത്തിൽപ്പെട്ട ശൈത്താനായിട്ടല്ല, അതാ നായകളുടെ വർഗത്തിലെ ഏറ്റവും മോശപ്പെട്ടതാണ് ആര്? കറുത്ത നായ എന്നുള്ളത്. അതുപോലെ തന്നെ ആളുകൾ പറയലുണ്ട് ആദാ ശൈത്താൻ ബനി ഫുലാൻ, അല്ലെ? അതാ കുടുംബത്തിലെ ശൈത്താനാണെന്ന് പറയും. ഒന്നിനും കൂടാത്ത കുറെ ഉണ്ടാവുമല്ലോ. അതായത് ഏത് വിഷയത്തിലും ധിക്കാരികളായിട്ട് നിൽക്കുന്ന, ഏത് വിഷയത്തിലും ഉൾട്ടയിട്ട് നിൽക്കുന്ന. അപ്പൊ അറബികളുടെ ഒരു പ്രയോഗമായിരുന്നത് ഹദാ ബനി ഫുലാൻ, അതാ കുടുംബത്തിലെ ശൈത്താനാണ്, അതാ കുടുംബത്തിലെ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം. അപ്പൊ ഈ ശത്തന എന്നുള്ള പദത്തിന്റെ അർത്ഥം ബഅദ വിദൂരത്ത്, വിട്ടു നിൽക്കുക, വിദൂരത്ത് നിൽക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് ഇലാ വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം. അതിവിടെ
ഇൻസാവട്ടെ ജിന്നാവട്ടെ, ഇപ്പൊ മനുഷ്യന്മാരിൽ തന്നെ ശൈത്താന്മാരുണ്ടാവും. അപ്പൊ ഓല ആളുകൾ മോശപ്പെട്ട അവരുടെ ആളുകളോടൊപ്പം ആവും എന്ത് ചെയ്യും? ഓല് പറയും കാലോ ഇന്നമാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പാട്ടോ. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത്, ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവര് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. ഇന്ന മിൻ ശർരിൻ നാസ് എന്നാണ് പ്രവാചകന്റെ ഒരു പ്രയോഗം. എന്താണ് ഇന്ന മിൻ ശർരിൻ നാസ്? ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവരാണ്, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവരാണ് ആര്? ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവർ, ദ്വിമുഖമുള്ളവർ. എന്നിട്ട് പ്രവാചകൻ പറയാണ് അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹാഉലാഇ ബിവജ്ഹി, അല്ലേ? ഒരു വിഭാഗത്തിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു സ്വഭാവവും ഒരു രീതിയൊക്കെ ആവും, മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോ മറ്റൊരു രീതിയൊക്കെ ആവും. അതായത് അല്ലെ, കൂടെ കൂടികൾ എന്നൊക്കെ പറയൂല നമ്മള്. ഇവിടെ ഇരുന്നാലും ഓന്റെ ആളാവും, അവിടെ ഇരുന്നാല് മറ്റോന്റെ ആളാവും. ഇവിടെ ഇരുന്നാല് ഓന്റെ കുറ്റം പറയും, അവിടെ ഇരുന്നാല് ഇവന്റെ കുറ്റം പറയും. അങ്ങനത്തെ ചില ടീം ഉണ്ടാവും. ഇന്ന മിൻ ശർരിൻ നാസ്, അവർ ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവരാണ്. ആരാണ്? ദുൽ വജ്ഹൈൻ, ദ്വിമുഖമുള്ളവർ, ഇരുമുഖമുള്ളവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ എന്ത് പറഞ്ഞത്? നിർത്താലേ, സമയം ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പഠനവും ഇരുത്തവും ഒക്കെ നാളെ സ്വർഗീയ ആരാമത്തിൽ വിരാജിക്കാൻ ഉതകുന്ന കർമ്മങ്ങളാക്കി മാറ്റുമാറാകട്ടെ. നാളെ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ